ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു നോമ്പ് കഞ്ഞി ഉണ്ടാക്കിയാലോ? നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് കഞ്ഞി മാത്രം മതി ക്ഷീണമൊക്കെ മാറാനായിട്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പള്ളികളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഈ നോമ്പ് കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ജീരകശാല റൈസ് ആണ്. പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ തൊലി കളഞ്ഞ ചെറുപയർ പരിപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് 15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ചൂടായ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഹോൾ സ്പൈസസ് ആയിട്ടുള്ള 2 ഏലക്കായ, 2-3 പട്ട, 3-4 ഗ്രാമ്പു, 2 ബേ ലീഫ് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. വെമ്പയില ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഹോൾ സ്പൈസസിന്റെ നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് ഇനി ചതച്ച 3-4 വെളുത്തുള്ളി അല്ലിയും 6-7 ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കിനി 1 കൈപ്പിടി ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും അതിന്റെ പകുതി അളവിൽ പുതിന ഇലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. ആകെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും മാത്രമാണ്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം 150 ഗ്രാം മട്ടന്റെ കീമയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലില്ലാത്ത മട്ടൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് മട്ടൻ കീമ. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 5 സ്റ്റാർ റെസിപ്പീസ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കിയ 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച അരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 5 കപ്പ് വെള്ളവും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിക്കേണ്ടതില്ല. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 5 വിസിൽ കേൾക്കുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക. കുക്കറിന്റെ പ്രഷറൊക്കെ തീർന്നതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അരിയൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 2 കപ്പ് തിളപ്പിച്ച വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലതായിട്ട് തിള വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇനി തിളപ്പിക്കേണ്ടതില്ല. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നോമ്പ് കഞ്ഞി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഇത് ബൗളിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഈ നോമ്പിന് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നോമ്പ് കഞ്ഞിയാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം ഒന്ന് അറിയിക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.